ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ റീലിൽ കൂടി നമ്മുടെ ഷോർട്സ് വീഡിയോസ് കൂടെ നമ്മൾ പേജിൽ അപ്ലോഡ് ചെയ്തൊരു 4.1 ബസ് ആംപ്ലിഫയറിൻ്റെ വീഡിയോ ആയിട്ടാണ്. ആ ആംപ്ലിഫയറിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ആംപ്ലിഫയർ. ഇതിൻ്റെ ഫ്രണ്ട് ഡയൽ നമ്മൾ ചെയ്തിരിക്കുന്നത് മാറ്റ് ആൻഡ് ഗ്ലോസി ഷീറ്റിലാണ്, സെൻട്രലായിട്ടൊരു വൈറ്റ് ലൈനോട് കൂടി. അപ്പോൾ ഇത് നമ്മുടെ ഷോർട്സ് കൂടെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ നമ്മളിതിൽ 4 മാസ്റ്റർ വോളിയംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇത് ഫ്രണ്ട് ഡയലായിട്ട്. പിന്നെ നമുക്ക് ടോൺ കൺട്രോൾ ബോർഡ് ടോൺ കൺട്രോൾ വോളിയം കൺട്രോൾസ് നമ്മൾ അതിൻ്റെ അടിയിലായിട്ടും. നമുക്ക് 80 വാട്ട്സിൽ 4 ചാനലും 200 വാട്ട്സിൽ സബ് ഔട്ടും കിട്ടുന്ന രീതിയിലാണ് ഈ ആംപ്ലിഫയർ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു പവർ ഓൺ സ്വിച്ച്, ഫ്രണ്ട് വോളിയം, റിയർ വോളിയം, 2 മൈക്ക് ഇൻപുട്ട്, പിന്നെ മൈക്ക് വോളിയം, എക്കോ, ബേസ്, ട്രിബിൾ. പിന്നെ നമ്മൾ യൂണിവേഴ്സൽ ആഡിയോസിൻ്റെ പുതിയൊരു USB മോഡ്യൂൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സബ് വോളിയം, മാസ്റ്റർ വോളിയം ടോട്ടൽ ചാനലാണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച്, അത് നമ്മുടെ വയർലെസ് മൈക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ബസ്സിലേക്ക് വേണ്ടിയുള്ള ആംപ്ലിഫയറാണ്. ഇതിൽ മൈക്ക് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഡയൽ വരുന്നത് 4mm തിക്നെസ്സുള്ള ഷീറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടുന്നുണ്ട് ഫ്രണ്ട് ഡയലിനെ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ നമുക്ക് ഏതൊക്കെ ബോർഡുകൾ നോക്കാം. അതിന് മുന്നായി നമുക്ക് ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിൽ നമ്മൾ പവർ സപ്ലൈ, ഇത് നമുക്ക് കറണ്ടിലല്ല ബാറ്ററി സപ്ലൈയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എടുക്കാനുള്ളൊരു വയറുകളാണ്. പിന്നെ ബ്ലൂ വരുന്നത് നമ്മുടെ റിമോട്ട് സപ്ലൈ ആണ്. പിന്നെ നമ്മളൊരു ഗ്രേ വയർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വയർലെസ് മൈക്കിൻ്റെ ആൻറ്റിനയാണത്, നമുക്കത് പുറകിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണത്. പിന്നെ 2 ഓക്സ് ഇൻപുട്ട്, ഒരു TV ഇൻപുട്ട്, പ്ലസ് നമുക്കൊരു ആഡിയോ ഔട്ട്പുട്ട് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പീക്കേഴ്സ് ആയാലും സബിൻ്റെ കൺട്രോൾ നമ്മൾ റിമൂവ് ടൈപ്പ് കൺട്രോളാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും കാരണവശാൽ സർവീസ് ചെയ്യേണ്ടി വന്നാലോ അല്ലെങ്കിൽ ആംപ്ലിഫയർ അയച്ചെടുക്കേണ്ടി വന്നാലോ നമുക്കിത് സിമ്പിളായിട്ട് തന്നെ ഇത് കൺട്രോൾ റിമൂവ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഫ്രണ്ട്സിന് നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഉൾഭാഗത്ത് ഏതൊക്കെ ബോർഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ, നല്ല രീതിയിൽ തന്നെ ഞാൻ എൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബാറ്ററി വർക്ക് ചെയ്യുന്ന ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ട്രാൻസ്ഫോമറിൽ അതിന് പകരം നമ്മൾ 2 കൺവെർട്ടർ, DC to DC കൺവെർട്ടർ ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ചാനലിന് വേണ്ടിയിട്ട് ഒരു കൺവെർട്ടർ ബോർഡും 24 വോൾട്ടിൽ 7 ആംപിയറിൽ എടുത്തിട്ടുണ്ട്. പിന്നെ സബ് ഊഫറിന് വേണ്ടിയിട്ട് 30 വോൾട്ടിൽ നമ്മൾ 10 ആംപിയറിലാണ് കൺവെർട്ടർ ബോർഡ് ഉപയോഗിച്ചിരുന്നത്. ചാനലിന് വേണ്ടി ട്രാൻസിസ്റ്റർ ബേസ്ഡ് ബോർഡാണ് ഉപയോഗിച്ചിരുന്നത്. സബ് ഊഫറിന് വേണ്ടിയിട്ടും BTL മോണോ ട്രാൻസിസ്റ്റർ ബോർഡിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും നമ്മുടെ KMS ആഡിയോസിൻ്റെ ആണ്. പിന്നെ ബിസ്മി ആഡിയോസിൻ്റെ ഒരു കരോക്കെ ബോർഡ്, പിന്നെ ഒരു വയർലെസ് മൈക്കിൻ്റെ ബോർഡാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സബ് പ്രീ ഫിൽറ്റർ ബോർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്, സ്പീക്കർ ഷോർട്ടാകുക, വയറുകൾ ഷോർട്ടാക്കി കഴിഞ്ഞാൽ കട്ട് ഓഫ് ആകുന്ന സെക്ഷന്. പിന്നെ ഹീറ്റ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നമ്മുടെ കൂളിംഗ് ഫാന് റൺ ആവുകയുള്ളൂ. അങ്ങനത്തെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വർക്കിംഗ് വീഡിയോ അങ്ങനെ നോക്കാം, ജസ്റ്റ് വർക്കിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.